6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ട്രെയിനിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം വരുന്നു. 5 വർഷത്തിനകം GCC റെയിൽ ശൃംഖല യാഥാർത്ഥ്യമാകും. 2030 ഡിസംബറിൽ GCC റെയിൽ നിലവിൽ വരുമെന്ന് അറിയിക്കുകയാണ് GCC റെയിൽ അതോറിറ്റി. അജി കുഞ്ഞുമോൻ കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കും. ധന്യ, ഗുഡ് ഈവനിംഗ്. UAE, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റിൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽ 2177 കിലോമീറ്ററാണ് ദൈർഘ്യമെന്ന് പറയുന്നത്. UAEയിലെ ഇത്തിഹാദ് റെയിലുമായി ഒമാനിലെ ഹഫീദ് റെയിലുമായി ബന്ധിപ്പിക്കുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ചുരുക്കം. ഞാൻ വിശദമായി തന്നെ നമുക്ക് പറയാം. GCCയിലും വരുന്നു റെയിൽ എന്നുള്ളതാണ്. 6 ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതിയാണ് ഈ പദ്ധതി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഈ പദ്ധതി 2030 തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. ആഭ്യന്തര റെയിൽ ശൃംഖലകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി കൂട്ടിയിണക്കിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 2117 കിലോമീറ്റർ ദൈർഘ്യം, 2117 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റെയിൽവേ പാതയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതിൽ തന്നെ ഈ GCC മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വികസന സാധ്യതകൾക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ റെയിൽ ശൃംഖലയുള്ളത് സൗദിക്കും UAEക്കുമാണ്. നമുക്കറിയാം ഈ 2 രാജ്യങ്ങൾക്കുമാണ് നിലവിൽ റെയിൽവേയുടെ ശൃംഖലകളുള്ളത്. ഒമാൻ UAE പിന്നെ റെയിൽ നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇത്തിഹാദ് റെയിലുമായി ചേർന്ന് ഒമാന്റെ ഹഫീദ് റെയിൽ സംഘടിപ്പിക്കും. അതായത് പിന്നീട് ഇതര രാജ്യങ്ങളിലെ റെയിലുകളുമായി ബന്ധിപ്പിച്ചായിരിക്കും 6 രാജ്യങ്ങളെയും കൂട്ടിയിണക്കുക. ഇതിൽ UAEയുടെ ഇത്തിഹാദ് റെയിൽവേ പൂർത്തിയായിട്ടുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന UAE ഒമാൻ സംയുക്ത സംരംഭമായ ഹഫീദ് റെയിൽ 3 വർഷത്തിനകം ട്രാക്കിലാക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. യാത്ര ചരക്ക് ട്രെയിനുകൾ ഓടും വിധമാണ് ട്രാക്ക് അതിൻ്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സൗദിയിലും നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത്. ഖത്തർ സൗദി റെയിൽവേ ആദ്യഘട്ടത്തിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കുവൈറ്റ് സൗദി റെയിൽ ശൃംഖല നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ബഹ്റിൻ സൗദി റെയിൽവേ നിലവിൽ വരും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസം, വ്യാപാരം, ചരക്ക് ഗതാഗതം എന്നിവയിൽ കുതിപ്പിനിടയാകും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള അനന്തമായ ജോലി സാധ്യതകൾക്കൊക്കെ തന്നെയും ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തിക്കുന്നവർക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നമുക്കറിയാം GCCയുടെ വളർച്ചയ്ക്ക് തന്നെ ഈ ഒരു പദ്ധതി വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് പറയാനാകുക. ഏതായാലും വരുന്ന വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതികൾ വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.